ഹലോ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. മോൻ്റെ ബർത്ത്ഡേ ആണ്, ഏപ്രിൽ 14 വിഷുവിൻ്റെ അന്ന്. അപ്പോൾ ആൾക്ക് സൈക്കിൾ വേണമെന്നാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് സൈക്കിൾ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു. ഇവിടെ ഞങ്ങളുടെ അടുത്ത് ചേർത്തലയിലുള്ളൊരു ഷോപ്പിലാണ് പോയത്. അങ്ങനെ കുറേ സൈക്കിളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി അവസാനം ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ആ ബ്ലൂ സൈക്കിളാണ് ഇഷ്ടപ്പെട്ടത്. അതിനുള്ള ഹെൽമറ്റും നീ പാടും ഒക്കെ വാങ്ങി. ഓരോരോ കാർട്ടൂൺ കണ്ടിട്ട് ഓരോന്ന് കണ്ടു വെച്ചിട്ടുണ്ട് ആൾ. അപ്പോൾ അതനുസരിച്ച് ഓരോന്ന് ഡിമാൻഡുകൾ കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഇംഗ്ലീഷ് കാർട്ടൂണൊക്കെ കണ്ടിട്ട് ആൾ റെഡിയാക്കി വെച്ചിരുന്നതാണ്. നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി പിന്നെ ഭയങ്കര സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ബ്ലൂ സൈക്കിളായതുകൊണ്ട് ബ്ലൂ ഹെൽമറ്റ്, ബ്ലൂ നീപ്പാട് എല്ലാം സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. അച്ഛൻ അതെല്ലാം സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈക്കിളും അവിടുത്തെ എല്ലാ സൈക്കിളും ഓൾമോസ്റ്റ് ഓടിച്ച് നോക്കിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അവിടെ ഓടിച്ചിട്ട് സ്ഥലം പോരാന്ന് പറഞ്ഞിട്ട് അവരുടെ ബാൽക്കണിയിൽ പോയി ഓടിക്കുകയാണ്. അവിടെ ഓടിച്ചിട്ട് എനിക്ക് സത്യത്തിൽ പേടിച്ചിട്ട് വയ്യായിരുന്നു. അവസാനം എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഹെൽമെറ്റ് ഉണ്ടോ എന്ന് വീണ്ടും ചോദിച്ചിട്ട് അച്ഛൻ പൊക്കി കാണിക്കുകയാണ്. എല്ലാം സെറ്റല്ലേ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. മോന് സൈക്കിൾ വാങ്ങിയതിൻ്റെ ആണോ ബർത്ത്ഡേയുടെ ആണോ എന്നറിയത്തില്ല. ആൾ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാലിൽ ചക്രം കെട്ടിയ പോലെ ഓടുമായിരുന്നു. അവസാനം ഡ്രസ്സ് ഞങ്ങൾ ഇതാണ് ഒരെണ്ണം സെലക്ട് ചെയ്തത്. ആൾക്ക് അച്ഛൻ്റെ തലയിൽ കയറണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ കടയിൽ വന്നിട്ടാണ് മോനെ ഡ്രസ്സ് എടുക്കാറ്. അതുകൊണ്ട് ഇവന് ഭയങ്കര ഫെമിലിയറാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അവന് കേക്ക് കഴിക്കണമെന്ന് പറഞ്ഞു. അവർ കട്ട് ചെയ്ത് വെച്ചിരുന്ന കേക്കൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല. അവന് കട്ട് ചെയ്യാതെ വെച്ചിരുന്ന കേക്കാണ് വേണമെന്ന് പറഞ്ഞത്. അത് തരില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അച്ഛനും വിഷമിച്ചിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവനൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവൻ അതിൽ കാണുന്ന ഏതോ ഒരു ഐറ്റം ഓർഡർ ചെയ്തു. ഞാനൊരു വെജ് സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. അത് വന്നപ്പോൾ തന്നെ അവനത് കഴിക്കാൻ തുടങ്ങി. അവന് കയ്യിലാക്കണ്ട, അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മഹി ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ്റെ സാലഡായിരുന്നു. റെഡിയായി വന്നു. പിന്നെ അവൻ്റെ ഐറ്റമാണ് ഈ ഇരിക്കുന്നത്. അവൻ എന്താ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല. മണത്ത് നോക്കിയപ്പോൾ തന്നെ അവൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അത് കഴിച്ചില്ല. ചിക്കൻ സാലഡ് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് വേണ്ടി കഴിച്ചത്. പിന്നെ എൻ്റെ വെജ് സാൻഡ്വിച്ചും കഴിച്ചു. അവൻ ഓർഡർ ചെയ്തതൊന്നുമല്ല അവൻ കഴിച്ചത്. പിന്നെ അവൻ ഓർഡർ ചെയ്ത ഐറ്റം മഹിയാണ് കഴിച്ചത്. മഹിക്ക് അതെന്തോ ഇഷ്ടപ്പെട്ടു. അതിടയ്ക്ക് എനിക്കും തന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി. മഹിക്ക് ഇഷ്ടപ്പെട്ട സാധനം മഹി എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കും, ഇഷ്ടപ്പെടണമെന്നറിയാൻ വേണ്ടി. ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് എന്താ ഇങ്ങനെ കഴിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നത്. ഇതാണ്ടായി